ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തിരുവനന്തപുരത്തെ യുവജന സംഘടനകളുടെ സമരപ്പന്തലിൽ നിന്ന്. എനിക്ക് സെക്യൂരിറ്റി പണിയാണോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. പ്രസിഡന്റ് ഒരു സങ്കടം അയാളുടെ മുഖത്തില്ല, ഒരു കുറ്റബോധം അയാളില്ല. അയാൾക്ക് കേരളമാണ് ചിരിക്കുക. എനിക്ക് സെക്യൂരിറ്റി പണിയാണോ ചോദിച്ചിട്ട് ചിരിക്കുക. 21 വയസ്സുള്ള ഒരു കുട്ടി തന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടിട്ട് വാക്കിലോ പ്രവൃത്തിയിലോ മുഖത്തോ ഒരു പ്രയാസമെങ്കിലും അനുഭവപ്പെടാത്ത ക്രൂരന്മാർ ഈ ക്യാമ്പസുകളിൽ ഇവരുടെ രാഷ്ട്രീയ അടിമപ്പണി എടുത്തുകൊണ്ടിരിക്കുമ്പോ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നമുക്ക് ജീവനത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. പോലീസിനെ പറ്റിയും ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയന്റെ പോലീസ്, ആ പിണറായി വിജയൻ അടിമപ്പണി ചെയ്താലെങ്കിലും ശമ്പളം കിട്ടുമോ നോക്കാൻ വേണ്ടിയാണ് കോതമംഗലത്ത് മാത്യു കൊളനാടിനെയും മുഹമ്മദ് സിയാസിന്റെയും നേരെ ഈ അതിക്രമം കാണിച്ചത്. ഈ കുട്ടിക്ക് 10-18 മുറിവുകൾ ഉണ്ടായിട്ട്, അവന്റെ നെഞ്ചിലും വയറ്റിലും നെറ്റിയിലും മുഖത്തും നിരവധി മുറിവുകൾ ഉണ്ടായിട്ട് ഈ പോലീസ് എന്ന് നടപടിയെടുത്തു. അവർ നമ്മളോട് കാര്യങ്ങൾ അറിയിച്ചോ? ഇത് കേവലം ഒരു ആത്മഹത്യയല്ല എന്നുള്ള കാര്യം പോലും അവർ മറച്ചുവെച്ചു. അതേസമയം ഒരു ജനകീയ സമരത്തിന് ഇറങ്ങിയ ആളുകളുടെ കാര്യം വരുമ്പോ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ തിടുക്കമാണ്. സിദ്ധാർത്ഥന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിന് സ്ലോ മോഷൻ. മാത്യു കൊളനാടിനെയും സിയാസിനെയും ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ, രാഹുൽ മാങ്കുട്ടത്തിലെ പുലർച്ചെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുമ്പോ അപ്പൊ പോലീസിന് ഫാസ്റ്റ് ഫോർവേഡ്. പോലീസിനോട് ഒരു കാര്യം പറയുന്നു, ഖജനാവെന്ന് ശമ്പളം കിട്ടുന്ന കാര്യം തന്നെ സംശയമാണ്. ഇനി ശമ്പളം വാങ്ങണമെങ്കിൽ AKG സെന്ററിലെ റെഡ് വളണ്ടിയർ പണിയെടുക്കണം. കാക്കിയിട്ടിട്ട് CPM ഗുണ്ടകളുടെ പണിയെടുത്താൽ ഞങ്ങൾ പ്രതിരോധിക്കും എന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. അങ്ങനെ ഒരു ഭരണകൂടത്തിന്റെയും ഒരു രാജാവിന്റെയും മുമ്പിൽ മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുത്തരെ ഒട്ട് പേടിക്കുന്നുമില്ല. പറയേണ്ടത് പറയും, ചോദ്യം ചെയ്യേണ്ടത് ചോദിക്കും. തെരുവിൽ സമരം ഷാഫി പറമ്പിൽ സംസാരിക്കായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവജന സംഘടനകൾ നടത്തുന്ന സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയിലാണ് ഷാഫി സംസാരിക്കുന്നത്. യുവജന സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്.